ഇടിയപ്പം നല്ല കറി വെച്ച് കഴിക്കുക എന്ന് പറഞ്ഞ സംഭവം ചോറാണ്. പക്ഷെ ഇങ്ങനെ ഒരു ഐറ്റം നിങ്ങൾ ആരെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടോ? മിക്സായി പൊടിച്ചെടുത്ത അരിപ്പൊടി ഉപ്പും ചുടുവെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കും. ചൂടാറിയ മാവ് നന്നായി കുഴച്ചെടുത്തതിന് ശേഷം ഇടിയപ്പത്തിൻ്റെ അച്ചിൽ നിറച്ച് മാറ്റി വെക്കണം. അരമുറി തേങ്ങ ചിരകിയെടുത്ത് പഞ്ചസാര കൂട്ടി നന്നായി മിക്സ് ചെയ്ത് മാറ്റി വെക്കണം. ഇനി നന്നായി പൂത്ത 2 നേന്ത്രപ്പഴം തൊലി കളഞ്ഞ് വട്ടത്തിൽ അരിഞ്ഞെടുത്ത് ഒരു ബൗളിൽ മാറ്റി വെക്കണം. ഇത്രയായി കഴിഞ്ഞാൽ നമ്മളെ ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു പാത്രത്തിൽ 1 ഇഞ്ച് ഹൈറ്റിൽ വെള്ളം വെച്ച് തിളപ്പിച്ചെടുക്കണം. വെള്ളം തിളച്ച് വരുമ്പോൾ അതിൻ്റെ മുകളിൽ സ്ട്രെയിനർ വെച്ച് അടിയിൽ തേങ്ങ വിതറി ഒരു ലെയർ കനം കുറച്ച് ഇടിയപ്പം പ്രസ് ചെയ്തെടുക്കണം. അതിന് മുകളിൽ നമ്മൾ നേരത്തെ പഞ്ചസാര കൂട്ടി മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള തേങ്ങ ഒരു ലെയർ വിതറി കൊടുത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴം നിരത്തി കൊടുത്ത് അതിന് മുകളിൽ ഒരു ലെയറും കൂടെ ഇടിയപ്പം പ്രസ് ചെയ്തിട്ടെടുക്കണം. 2 ലെയറിൽ ഇടിയപ്പം പ്രസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അടച്ചു വെച്ച് 10 മിനിറ്റ് വേവിച്ചെടുക്കണം. 10 മിനിറ്റ് കഴിഞ്ഞ് അടപ്പ് തുറന്ന് നോക്കുമ്പോൾ നല്ല ആവി പറക്കണ നമ്മളെ സ്പെഷ്യൽ ഇടിയപ്പം റെഡി ആയിട്ടുണ്ടാവും. ഇടിയപ്പം ചൂടോടെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി ഇടിയപ്പം പിച്ചെടുത്ത് പഞ്ചസാര ഇട്ട് തേങ്ങാപ്പാലിൽ മുക്കി അടിച്ചാൽ ചോറ് ബാറായിരിക്കും. അപ്പോൾ നമ്മളെ സാധനം ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഡയബറ്റിക് പേഷ്യൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാര കുറച്ചാൽ നിങ്ങളുടെ ആരോഗ്യത്തിന് നന്നായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. അൽപ്രവാസി ബാച്ചിലേഴ്സ് കിച്ചൺ.